കഴിഞ്ഞ വർഷം തന്നെ മുഖ്യമന്ത്രി ഒരു ഓണസദ്യ കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ അത്തരത്തിലുള്ള ചില പബ്ലിക് റിലേഷൻസ് ഒക്കെ നടത്തണം. എത്ര പേരാ വന്ന് പങ്കെടുത്തത്, ഏതേത് മേഖലകളിലുള്ളതാ. നമ്മളതിന്റെ വിഷ്വൽസ് കണ്ടപ്പോൾ നമ്മൾ അറിയാത്തവര് പോലും ഉണ്ട്. ഇവർക്കൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ സദ്യ കൊടുക്കുക നല്ല നല്ല കാര്യങ്ങളാ. ഇതിനൊക്കെ പക്ഷെ പണം വേണം. ഇങ്ങനെ കടം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ വിലക്കയറ്റത്തിന്റെ കാര്യം, ഇപ്പോഴത്തെ ജനങ്ങൾ വിലയൊന്ന് കൂടിയാൽ പിന്നെ സർക്കാരിനെ പഴിക്കാനൊന്നും പോകത്തില്ല. എന്തേലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അപ്പൊ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ച് ഓണമാണേലും ക്രിസ്മസ് ആണേലും പെരുന്നാളാണേലും ആഘോഷിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കടം തീർക്കാൻ നമ്മൾ സഹിക്കുന്ന പെടാപ്പാടുകൾ. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അങ്ങനെ ഈ മന്ത്രിമാർക്കും MLA-മാർക്കൊക്കെ ശമ്പളം കൂട്ടി കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നാല് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടിയുണ്ട്. വേറൊരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. മന്ത്രിസഭായോഗം കൂടുന്നു, 35% വീതം അവരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇന്നോവ കാറിൽ കയറി പുറത്തോട്ട് ഇറക്കുമ്പോൾ നമ്മൾ എന്തുവാ കാണുന്നത്? പാവപ്പെട്ട ആശാ വർക്കർമാര് അവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേ 3000 രൂപയുടെ ശമ്പള വർധനവിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുക. 200 ദിവസമായി. മഴയെന്നോ വെയിലെന്നോ ഓണമെന്നോ സംക്രാന്തിയെന്നോ ക്രിസ്മസ് എന്നോ പെരുന്നാളെന്നോ ഒരു വ്യത്യാസവും കൂടാതെ ഈ പാപത്തങ്ങൾ അവിടെ കിടക്കുക ഷെഡും കെട്ടി. എത്ര കാലമായി? 7000 രൂപ ഓണറോറിയം, അതൊന്ന് 10,000 ആക്കി തരണം. അതാണ് അവരുടെ ഡിമാൻഡ്. അവരുടെ മുമ്പിലോട്ടെങ്ങാനും ഈ തീരുമാനം എടുത്തിട്ട് ഈ മന്ത്രിമാർ ചെന്ന് ഇറങ്ങുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ ചൂടിൽ ഇവരൊക്കെ വെന്തുപോകും. ഇവിടേക്ക് ഇന്നോവക്കാരൊക്കെ ഉള്ള പറന്നു പോവും. അത് ഇവർക്ക് നല്ലപോലെ അറിയാം. ആ പാവത്തങ്ങളെ മറന്നിട്ട് അവര് ഇത്തവണ എവിടെ ഓണസദ്യ കൊണ്ടത്? സെക്രട്ടേറിയറ്റ് മുമ്പിൽ റോഡ് സൈഡില് ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാ അവർക്ക് ഓണക്കോടിയും ഓണസദ്യയും ഒക്കെ കൊടുത്തത്. ഇതെപ്പോഴായിരുന്നു? നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചില്, ശങ്കരനാരായണൻ തമ്പി സ്മാരക മെമ്പേഴ്സ് ലോഞ്ചില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നടത്തിയ ഓണസദ്യ നടക്കുമ്പോ അവർക്ക് സദ്യ വിളമ്പുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകള്, ആശാ വർക്കർമാര്, അവര് സെക്രട്ടേറിയറ്റ് പഠിക്കല് ആ വെയിലത്ത് പൊടിയും മണ്ണുമൊക്കെ ഏറ്റ് ഒരു സംഘടന, സ്വകാര്യ സംഘടന വിളമ്പിയ ഓണസദ്യ ഉണ്ണുകയായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഈ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടിക്കൂട്ടി ചെന്നാല് ശകലം നോവും. ഇപ്പൊ ഈ തീരുമാനം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്കൊന്നുമായിട്ട് മനസ്സിലാവും. നമ്മളൊരു അത്ര പൊട്ടന്മാരൊന്നും അല്ല. നിങ്ങളത് നടത്തിയെടുക്കും എന്നും ഞങ്ങൾക്കറിയാം. 1958 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം ആദ്യമായിട്ട് വർദ്ധിപ്പിച്ചത്. അന്നൊരു അടവ് അന്നത്തെ EMS സർക്കാർ എടുത്തു. M. ഉമേഷ് റാവു എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര MLA ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മഞ്ചേശ്വരമാണെന്നാണ് ഓർമ്മ. അവിടെ നിന്നുള്ളൊരു സ്വതന്ത്ര MLA. അദ്ദേഹത്തിന് ഈ പാർട്ടി ബന്ധങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഒരു സ്വകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. ഈ സ്വകാര്യ ബില്ലെന്ന് പറഞ്ഞാല് നിയമസഭയില് പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളില് ഒരു വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സ്വകാര്യ ബില്ലായിരിക്കും. പല പല ബില്ലുകൾ അംഗങ്ങൾക്ക് അവരുടേതായ നിലയിൽ കൊണ്ടുവരാം. ഒരു കാര്യമായിട്ടുള്ള ബില്ലുകളൊന്നും വരത്തില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആകെ ഒരേ ഒരു ബില്ലാണ് സ്വകാര്യ ബില്ലായിട്ട് വന്ന് പാസ്സാക്കിയിട്ടുള്ളത്. കുറച്ചൊരു രസകരമായ സമയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടായി ഇതെന്ന് പലപ്പോഴും തോന്നിപ്പോകും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാല്, ഈ പ്രസവം എടുക്കുന്ന, നാട്ടുപുറത്ത് പ്രസവം എടുക്കുന്ന വയറ്റാട്ടിമാർക്ക് അവർക്ക് ക്ഷേമനിധി വേണം, പെൻഷൻ വേണം. അല്ലെങ്കിൽ നഗരത്തിൽ തട്ടുകട നടത്തുന്നവര് അവരുടെ തട്ടിയിട്ടിരിക്കുന്ന സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നടക്കാൻ പറ്റാത്ത, പ്രായോഗികമല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഓരോരോ സ്വകാര്യ ബില്ലുകളാണ് സാധാരണ വരുന്നത്. പക്ഷെ ഈ ഉമേഷ് റാവുവിന്റെ ബില്ല് പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു സ്വകാര്യ ബില്ല് നിയമമായത് അദ്ദേഹത്തിന്റെ ബില്ലാ. അത് MLA-മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂട്ടാനുള്ളതായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഈ ബില്ല് അവതരിപ്പിക്കും, 2-3 വെള്ളിയാഴ്ചകൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നീട് മന്ത്രി എന്തൊരു ഉറപ്പ് കൊടുക്കും, ഇതിന് സമാനമായ ഒരു ബില്ല് ഗവൺമെന്റ് കൊണ്ടുവരാം എന്നൊക്കെ പറയും. അത് കേട്ട് MLA-മാര് ഈ ബില്ലും പിൻവലിച്ചുകൊണ്ട് പോകും. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ ഉമേഷ് റാവു അദ്ദേഹത്തെ കൊണ്ടൊരു ബില്ല് ശമ്പള വർധനവിന് വേണ്ടി കൊണ്ടുവന്ന് അത് പാസ്സാക്കിയാണ് ആദ്യം MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്. അതുപോലെ ഇപ്പൊ ആ പേടിയൊന്നുമില്ല. ഒരല്പം കൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഗവൺമെന്റ് പോകുന്നതിനപ്പോൾ അത് ചെയ്യും എന്ന് നമുക്കറിയാം, ഉറപ്പാ, ചെയ്തിരിക്കും. അതിനാണല്ലോ ഈ കമ്മീഷനെ വെച്ചതും ആ റിപ്പോർട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതും
കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അത് ഫയലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നതൊക്കെ അതിനാണല്ലോ. ഈ രാഷ്ട്രീയ പാർട്ടിയോടൊന്നും അഭിപ്രായം പറയാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും എല്ലാം ശമ്പളം കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ അവര് മന്ത്രിമാർ അവർക്കും ശമ്പളം കൂട്ടിക്കിട്ടും, അവരുടെ MLA-മാർക്കും കൂടുതൽ ശമ്പളം കിട്ടും. ആർക്കും ഇത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. അവരാരും വേണ്ടാന്ന് പറയത്തില്ല. സർക്കാരെ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയും. അവസാനം നിങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയവാ, ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾ ഈ ജനങ്ങളെ ഒന്നും പേടിക്കണ്ട. ഈ പാവപ്പെട്ട ആശാവർക്കർമാർ 200 ദിവസമായിട്ട് അവിടെ കിടക്കുന്നു. അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ? കാണുമ്പോൾ ഒരു വിഷമവും സങ്കടവും ഒക്കെ തോന്നുമെന്നല്ലാതെ നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ അവരും എന്നൊക്കെ ചിലപ്പോൾ ചില മന്ത്രിമാരൊക്കെ തോന്നും, MLA-മാരൊക്കെ തോന്നും എന്നല്ലാതെ അവരെ കൊണ്ട് ശല്യമില്ലല്ലോ. അവർ നിങ്ങളുടെ ഓഫീസിലോട്ടൊന്നും ഇടിച്ചു കയറി വരുന്നില്ലല്ലോ. അതുവരെ നിങ്ങൾ സ്വയം ശമ്പളം വർദ്ധിപ്പിച്ച് എഴുതി വാങ്ങിച്ചാലേ നാട്ടുകാരും ഒന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പറയാവുന്നത് ധൈര്യമായിട്ട് വർദ്ധിപ്പിച്ചോ, ശമ്പളം വർദ്ധിപ്പിച്ചോ. പക്ഷെ അവര് കാത്തിരിക്കുക, ഒരു സന്ദർഭത്തിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മെയ്യിലോ ഏപ്രിലോ ഒക്കെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അപ്പോ ജനങ്ങള് ഇതിനൊക്കെ മറുപടി പറഞ്ഞോളാം.